മലയാളികൾക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരാളാണ് മീഡിയ വണ്ണിന് ഒപ്പം ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പേര് പറയാം, KB ഗണേഷ് കുമാർ. സ്വാഗതം. ആദ്യം തന്നെ 2 അഭിനന്ദനങ്ങൾ നൽകി തുടങ്ങാം നമുക്ക്. ഒന്ന്, കേരളത്തിൻ്റെ 7ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ KSRTC രക്ഷപ്പെടുത്താൻ വേണ്ടി മന്ത്രിക്കുപ്പായിട്ട് ഇറങ്ങുകയാണ്. അതിന് ആദ്യം അഭിനന്ദനങ്ങൾ. 2, നേരെന്ന സിനിമ വൻ വിജയമായി. പോൾ വറീസ് എന്ന കഥാപാത്രം ഗംഭീരമായിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ അഭിനന്ദനങ്ങൾ. 2ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാകും എന്ന് കരുതിയതാണ്. അത് പലതരത്തിലുള്ള ചർച്ചകൾ അങ്ങനെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് വൈകി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ എല്ലാം ദൈവം നൽകുമ്പോൾ കിട്ടും എന്നുള്ളതല്ലാതെ നമ്മളാർക്കും ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ദൈവം തന്ന സമയം ഇതാണ്. അത് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ച സമയത്താണ് ഞാൻ മന്ത്രിയാകേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് തരാത്തത് നന്നായി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ പാർട്ടി എനിക്കൊന്ന് ശക്തിപ്പെടുത്തി പറ്റി. പാർട്ടിയിൽ വളരെയധികം അംഗത്വങ്ങൾ വർദ്ധിപ്പിക്കാനും പാർട്ടിയെ ഒരു നല്ല അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാനും പാർട്ടിയിൽ നല്ല നേതൃത്വത്തെ എനിക്ക് ശേഷം പ്രളയമല്ലല്ലോ, ഒരു നല്ല സെക്കൻഡ് ലെയർ താഴോട്ടുള്ള നേതൃത്വങ്ങളെ വാർത്തെടുക്കാൻ എനിക്ക് പറ്റി. പിന്നെ അത് മാത്രമല്ല, വെറുതെ ചില വൃത്തികെട്ട ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു മന്ത്രിയാകാൻ വരുമ്പോൾ എപ്പോഴും. അപ്പം അത്തരം കാര്യങ്ങൾ അസത്യമാണെന്ന് തെളിയിക്കാനും ഈ 2.5 വർഷം എന്നെ സഹായിച്ചു. കാരണം ഞാൻ അങ്ങനെ ഒരാളല്ലെന്നും ഈ പറഞ്ഞ എൻ്റെ പേരിൽ അതുകൊണ്ട് എനിക്കെതിരെ ചില ബന്ധുക്കൾ തന്നെ കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് അത് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടായി. അത് വെറും കള്ളമായിരുന്നു എന്നും അതിനൊന്നും ഒരു സത്യമില്ലെന്നും തെളിയിക്കാൻ 2.5 വർഷം എനിക്ക് ഉപകാരപ്പെട്ടു. അതുകൊണ്ട് ഈ ദൈവം മാറ്റി നിർത്തിയ ഈ 2.5 വർഷം എനിക്ക് വ്യക്തിപരമായി, രാഷ്ട്രീയമായും സാമൂഹ്യപരമായും വളരെ നന്നായി എന്ന് വിശ്വസിക്കുന്നതാണ്. 2001 ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു. 22 മാസക്കാലം മന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ട്. KSRTC എന്ന വകുപ്പിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ്. ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുള്ള വകുപ്പാണ്. എന്ത് ചെയ്യാനാണ് മന്ത്രിയുടെ പരിപാടി? അല്ല, പരമാവധി തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ആശങ്കകൾ അകറ്റിക്കൊണ്ടും മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റേതായ ഒരു ഭരണശൈലിയുണ്ട് എനിക്ക്. പെട്ടെന്ന് കാര്യം നടക്കണം, അല്ല എന്തെങ്കിലും നടക്കട്ടെ. സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ളതല്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനപ്രതിനിധികൾക്കും MLA-മാർക്കും എല്ലാം നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും. പിന്നെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെല്ലാം ഒന്ന് സ്പീഡാക്കും. ഈ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്ന പോലെ KSRTC പഴയ KSRTC അല്ല. ധനവകുപ്പ് കനിഞ്ഞില്ലെങ്കിൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. എല്ലാ മന്ത്രിമാരും വരുമ്പോഴും ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയാറുണ്ട്. ഇത് ശരിയാക്കാൻ വേണ്ടിയുള്ള ആ ചെറിയ സ്പാനർ ഗണേഷിൻ്റെ കയ്യിലുണ്ട്. ചെറിയ സ്പാനറില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ലാഭത്തിലാക്കൽ നടക്കുന്ന കാര്യമേ അല്ല. പക്ഷേ നഷ്ടം കുറച്ചു കൊണ്ടുവരികയും ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം എൻ്റെ മനസ്സിൽ ചിലവ് കുറയ്ക്കണമെന്നുള്ളതാണ്. മാക്സിമം എല്ലാ ചിലവുകളും കുറയ്ക്കുക. അതിനുള്ള ചില പദ്ധതികൾ വരും ദിവസങ്ങളിൽ ഞാൻ ഓഫീസിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 3-ാം തീയതിയോടുകൂടി ഞാൻ ഓഫീസിൽ വരും. വന്നു കഴിഞ്ഞാൽ എല്ലാ വിഭാഗക്കാരുമായിട്ടും, ജീവനക്കാരുമായിട്ട്, അവരുടെ സംഘടനകളുമായി, പെൻഷനേഴ്സിനുമായിട്ട് സംസാരിക്കും. പിന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. ജനപ്രതിനിധികളുമായി, MLA-മാരുമായിട്ടൊക്കെ അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ അവരുമായിട്ട് ഒരു ചർച്ചയുണ്ട്. അതിനുശേഷം എല്ലാ വിഭാഗക്കാരുമായിട്ടും, പ്രൈവറ്റ് ബസ് ഉടമകൾ എല്ലാവരോടും സംസാരിക്കും. എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് ഞാൻ കേട്ട് എഴുതി വെച്ചതിന് ശേഷം ഓരോന്നിനും പരിഹാരം കാണാൻ ശ്രമിക്കും. ഈ KSRTC തുടങ്ങുന്ന കാലത്തെ സംവിധാനങ്ങളല്ല KSRTC ഇപ്പോൾ ഉള്ളത്. താങ്കൾ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ KSRTCക്ക് വോൾവോ വരുന്നത് അങ്ങയുടെ കാലത്താണ് എന്ന് തോന്നുന്നു. എല്ലാ കാലത്തും KSRTCക്ക് ഇങ്ങനെ സർക്കാർ സഹായം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? നമുക്കൊന്ന് സ്വയം നിൽക്കാനുള്ള സംവിധാനം ആവണ്ടേ? അങ്ങനെ ആകുമോ ഇത് KSRTC? ഇല്ല, അത് ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിച്ച് അശാസ്ത്രീയമായി ഉപയോഗിച്ചുമൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ പലരും ഈ ഓട്ടയടയ്ക്കും എന്ന് പറയുന്നത് KSRTCയുടെ നടത്തിപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ല. എല്ലാ സ്ഥലത്തും ഓട്ടയുണ്ട്. ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഓഫീസിൽ ലൈറ്റും ഫാനും ഇടുന്നു, അതൊരു ചിലവാണ്. നമ്മളിപ്പോൾ ഒരു ടേബിളിൽ ആളില്ലെങ്കിൽ അവിടെ എന്തിനാണ് അതിൻ്റെ മുകളിലൊരു ഫാൻ കറങ്ങുന്നത്? അത്തരത്തിലുള്ള ചെറിയ ചിലവ് കുറയ്ക്കുമെന്ന് പറയുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അല്ല, ഇപ്പോൾ മന്ത്രി പറഞ്ഞ ആ കാര്യം, ഒരു ഫാൻ കറങ്ങുന്നു, നമ്മൾ ഒരു മന്ത്രിക്ക് അങ്ങനെ ക്ലീനായിട്ട് എല്ലാത്തിലും അതിനുള്ള താഴോട്ട് അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അത് പറയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇയാളിത് സാധിക്കാൻ പോകുന്നത് എന്ന് പറയും. അത് തന്നെത്താനെ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ അതെല്ലാവരും മനസ്സിലാക്കണം. ഞാനൊരു ഹോട്ടലിൽ താമസിച്ചാൽ പോലും, ഞാൻ വാടക കൊടുത്തൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്, എനിക്കാണെങ്കിൽ എല്ലാ ലൈറ്റും ഫാനും AC ഇട്ട് വയ്ക്കാം. താമസിക്കുന്ന മുറിയിൽ 2 മുറിയിൽ AC ഉണ്ടാവാറുണ്ട്. ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് പോയാലും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇരിക്കുന്നിടത്തൊരു തണുപ്പ് പോലെ അതിടും, ബാക്കി ലൈറ്റുകളൊക്കെ ഞാൻ അണയ്ക്കും. എനിക്ക് വായിക്കാനോ
എനിക്കിരിക്കാനോ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ലൈറ്റ് എടുക്കൂ. ഇപ്പം മിസ്റ്റർ ചോർച്ചയുടെ കാര്യം സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടും പറയുന്നുണ്ടായിരുന്നു ചോർച്ചയുടെ കാര്യം. KSRTCയിൽ എവിടെയാണ് ഈ ചോർച്ച? അത് ഏത് മേഖലയിലായിട്ടാണ് ഈ ചോർച്ച? അത് മന്ത്രി ആവുന്നതിന് മുമ്പേ പുറത്തുനിന്ന് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അത് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ പറയാം. ഈ ലോക്കൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, പാർട്സുകൾ കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് ലോക്കൽ പർച്ചേസ്, അത് യൂണിയൻകാരും അതിനെ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നത് ശരിയാണ്. നമുക്ക് KSRTCക്ക് ഒരു വരവ് കണക്കുണ്ട്. ഇന്ന് എത്ര 9 കോടി രൂപയധികം റെക്കോർഡ് കളക്ഷൻ വന്നു നമ്മൾ വാർത്തകളൊക്കെ വായിക്കാറുണ്ട്. അതെന്ത് ചിലവുണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ട്? അത് മിണ്ടുന്നില്ല. അപ്പോൾ ആ കണക്കില്ല എന്നാണ് യൂണിയൻകാർ പറയുന്നത്. അവർ പറയുന്നത് ശരിയാണ്. ഒരാൾ പറയുന്നത് തെറ്റാ, ഏത് പാർട്ടി ആയിക്കോട്ടെ, കാര്യം പറഞ്ഞാൽ സത്യമാണ് സത്യമാണെന്ന് പറയണ്ടേ, അത് വേണം. പിന്നെ ഒരു സ്ഥലം ചോർച്ച എന്ന് പറയുമ്പോൾ ലോക്കൽ പർച്ചേസ് ചെയ്യാൻ ഒരു പാർട്സിന് ഒരു പാർട്ട് വാങ്ങിക്കണം. ആ പാർട്ടിന് 250 രൂപ വിലയുണ്ടെന്ന് വയ്ക്കുക. ആ 250 രൂപ വിലയുള്ള പാർട്ട് നമ്മൾ ടെൻഡർ ചെയ്ത് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ 150 രൂപയ്ക്ക് കിട്ടും. അതൊഴിവായിട്ട് ലോക്കലായിട്ട് പൈസ, നമ്മുടെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ലോക്കലായിട്ട് വാങ്ങിച്ചോളാൻ പറയും. വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു കറപ്ഷൻ നടക്കും ചിലപ്പോൾ. കാരണം 240 രൂപ വിലയുള്ള സാധനം ചിലപ്പോൾ 220 രൂപയ്ക്ക് സ്ഥിരമായി വാങ്ങുന്ന ആളിന് കൊടുക്കും. ഡിപ്പോയിൽ നിന്ന് പൈസ എടുത്താൽ കൊടുക്കുകയാണേ. അപ്പോൾ 140 രൂപയ്ക്ക് കിട്ടേണ്ട ഒരു സാധനം 240 രൂപ വിലയുള്ളത് 250 രൂപ നമ്മൾ കൊടുക്കും. ഇതിനേക്ക് 20 രൂപ കമ്മീഷൻ വാങ്ങിക്കുന്ന ആശാന്മാരുണ്ട്. ഇല്ലെന്നൊന്നും പറയാനൊക്കതല്ല, ഉണ്ട്. അതുകൊണ്ട് അതൊരു ചോർച്ചയില്ലേ? ന്യായമായി ഞാൻ പറഞ്ഞത്, ഇത് ആരെയും കുറ്റം പറയാനല്ല, ഇത് വേറെ ആരും കുറ്റം പറയാനല്ല. യൂണിയൻ്റെ പല നേതാക്കന്മാരും എന്നെ കണ്ടപ്പോൾ അവരെന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. അവർ പറയുന്നത് ഞാൻ എന്തിനാ വിശ്വസിക്കണം? പരിശോധിക്കണ്ടേ? അത്രേ പറഞ്ഞുള്ളൂ. ഈ ഒരു മിസ്മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ കാലങ്ങളായിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു. അത് നമ്മളൊരു സിസ്റ്റമില്ല, അക്കൗണ്ടിങ് സിസ്റ്റമില്ല. ഇത്രയധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥലത്ത് HR എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. പിന്നെ ഇപ്പം ഞാൻ KSRTCയിലെ ജനറൽ മാനേജരോട് സംസാരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഡിപ്പോയിൽ സന്ദർശിച്ചിട്ട് ഞാൻ പറഞ്ഞു മാലിന്യങ്ങൾ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അൺനെസസറി ആയിട്ടുള്ള പേപ്പർ ഡംപ് ചെയ്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മാലിന്യം കെട്ടിക്കിടപ്പുണ്ട്. സ്ക്രാപ്പ് അതെല്ലാം വിറ്റ് സർക്കാരിന് മുതൽ കൂട്ടണം. വണ്ടികൾ തുരുമ്പെടുത്ത് നശിച്ചും കിടക്കുക, അത് കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങിച്ച് സർക്കാർ ഖജനാവിൽ നിക്ഷേപിക്കണം. ഈ KSRTC ഉദ്യോഗസ്ഥ തലത്തെ അഴിമതി ഉണ്ടെന്ന് കരുതുന്നുണ്ടോ മന്ത്രി? അല്ല, അഴിമതി എന്ന് പറയുന്ന 2 തരത്തിലാണ്. ഫേവറിറ്റിസം അഴിമതിയാണ്, അത് പണമാകണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് സാധനം വാങ്ങുന്നതിൻ്റെ ബില്ല് കൊടുക്കും. എനിക്ക് വേണ്ടപ്പെട്ടവന് ആദ്യം കൊടുക്കുന്ന നടപടി ഞാൻ അവസാനിപ്പിക്കും. കമ്പ്യൂട്ടറൈസ് ചെയ്യും. ഞാൻ 2002 ഇത് കമ്പ്യൂട്ടറൈസ് ചെയ്ത ആളാണ്. പേയ്മെൻറ്റ് കൊടുക്കുന്നത് കമ്പ്യൂട്ടറായിരുന്നു. ആദ്യം സാധനം സപ്ലൈ ചെയ്യുന്ന ആളിന് അത്യാവശ്യമുള്ള ടയർ പോലുള്ള സാധനങ്ങൾ നൽകുന്നവർക്ക് ആദ്യം പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. റേഷ്യോ ഫിക്സ് ചെയ്തിരുന്നു അന്ന്. 40% ടയർ അതുമായി ബന്ധപ്പെട്ട, കാരണം ഏറ്റവും കൂടുതൽ തേയുന്ന സാധനം അതാണ്. അത് കൃത്യമായി ആദ്യം ആരാണോ 1-ാം തീയതി സപ്ലൈ ചെയ്താണെന്ന് ആദ്യം കൊടുക്കും, 5-ാം തീയതി സപ്ലൈ ചെയ്താണ് അത്. ഇത് കമ്പ്യൂട്ടറാണ് ജനറേറ്റ് ചെയ്തിരുന്നത് അന്ന്. അപ്പോൾ കമ്പ്യൂട്ടർ ലിസ്റ്റ് തരും, ഇന്ന കമ്പനിക്ക് ഇത്ര രൂപ കൊടുക്കാൻ പറഞ്ഞു. ആ ലിസ്റ്റിൽ ചെക്ക് എഴുതാനല്ലാതെ ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരുന്നില്ല. ഇനിയും അതിലേക്ക് തന്നെ പോകും. അന്ന് ഞാൻ പോയതിന് ശേഷം അത് പൊളിച്ചടിക്കുക. അതിലൊരു സുതാര്യത വേണം. അങ്ങനെ എനിക്ക് ആരോടും ഫേവർ ചെയ്യാനില്ല. അതുകൊണ്ട് ആരും അങ്ങനെ സുതാര്യത വേണ്ട എന്ന് വിചാരിച്ചവരാണെന്ന് തോന്നുന്നു പൊളിച്ചടി. അപ്പോഴേ പൊളിച്ചു അന്വേഷിച്ചു. നിങ്ങൾ ആ ചരിത്രം പരിശോധിക്കണം, അന്ന് എങ്ങനെ കൊടുത്തിരുന്നു. അതുപോലെ ഈ പാർട്സ് വാങ്ങുന്നത്, ഇതൊക്കെ ഞാൻ പറയുന്ന പരിഷ്കാരങ്ങൾ. പാർട്സ് വാങ്ങുന്നതിൽ എൻ്റെ അന്നത്തെ ഒരു ശൈലി ഞാൻ വീണ്ടും ആവർത്തിക്കും. കേരളത്തിലെ വകുപ്പുകളിൽ ഏറ്റവും ശക്തമായിട്ട് തൊഴിലാളി സംഘടനയുള്ള വകുപ്പാണ് KSRTC. ആന്റണി രാജു നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലാളി സംഘടനകൾ നേരിട്ടിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മന്ത്രിക്കെതിരെ വിളിക്കുന്നുണ്ട്, CMDക്കെതിരെ വിളിക്കുന്നുണ്ട്. തൊഴിലാളി സംഘടനകളെ എങ്ങനെ മാനേജ് ചെയ്യും? അല്ല, അതൊക്കെ അവരുമായിട്ട് സ്നേഹത്തിൽ പോകുമ്പോൾ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, അത് പിന്നെ മനഃപൂർവ്വമായിട്ട് ഇടതുപക്ഷ മുന്നണി സർക്കാർ വരികയാണ്, ഇവർക്കെതിരെ 2 മുദ്രാവാക്യം വിളിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചാൽ നമുക്ക് ചെയ്യാനില്ല. ഈ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചതുപോലെയും നവകേരള സദസ്സ് ബഹിഷ്കരിച്ച പോലെയും ഒരു പദ്ധതി, രാഷ്ട്രീയ പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാകത്തില്ല. അതല്ല, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന തൊഴിലാളികൾ ശമ്പളം കൃത്യമായി വാങ്ങണം, നമ്മുടെ സ്ഥാപനം നന്നായി നടക്കണം, നമ്മൾ തന്നെ നമ്മുടെ സ്ഥാപനത്തെ നശിപ്പിക്കരുത് എന്ന് തൊഴിലാളി നേതാക്കൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുദ്രാവാക്യം വിളിയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ടാവും. ഇപ്പോൾ ആന്റണി രാജുവിനുള്ള വിരോധമല്ല, CMDയോടുള്ള വിരോധമല്ല, ഇടതുപക്ഷ സർക്കാരല്ലേ ഭരിക്കുന്നത്, എന്നാൽ അവരെ ഈത്ത് പറയാം എന്ന് അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ഇപ്പോൾ KSRTC എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരങ്ങനെ വിചാരിച്ചാൽ നമ്മൾ നേരിടും. വരട്ടെ, അപ്പോഴല്ലേ. അതൊന്നും അങ്ങനെ ആരെയും അടിച്ചമർത്തിയും ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണിപ്പം. എന്നെ സംബന്ധിച്ച് അങ്ങനെ അടിച്ചമർത്തിയും ബലം പ്രയോഗിച്ചും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് അതിനുള്ളൊരു കാലമല്ലത്. അതൊക്കെ മാറിപ്പോയി. ആ കാലമൊന്നും അല്ല ഇപ്പം. ഇപ്പോൾ എല്ലാവരും അറിവുള്ളവരും നല്ല ബോധമുള്ളവരും, പിന്നെ ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, ജനങ്ങൾ ഇതിനെ ഉറ്റുനോക്കുന്നുണ്ട്. ഗണേഷ് കുമാർ മാജിക്കൊന്നും നടത്തത്തില്ല. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. എളിയ നിലയിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യും. ചിലപ്പോൾ അതിന് നമ്മൾ
എളിയ നിലയിൽ പ്രവർത്തിക്കാൻ ചിലപ്പം ഗുണം കിട്ടും, ചിലപ്പം പൊളിഞ്ഞു പോകും, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം ജയിപ്പിച്ച് കളയുമെന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അതൊന്നും പറ്റുന്നൊരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. ഈ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ചെറിയ ബസ്സുകൾ അത് വീണ്ടും വരും, അത് വീണ്ടും കൊണ്ടുവരണം. കാരണം എന്ന് വെച്ചാൽ ഒരു ബസ്സിൻ്റെ ശരാശരി മൈലേജ് എന്ന് പറയുന്നത് 3 കിലോമീറ്ററാണ് ഇപ്പോൾ KSRTC. മറ്റേ വണ്ടി ഓടിച്ചാൽ 7 കിലോമീറ്റർ കിട്ടും. ടയറിനും വില കുറവാണ്. പിന്നെ മാത്രമല്ല പല റൂട്ടുകളിലും ഒരു 10-30 പേരിൽ കൂടുതലൊന്നും വണ്ടിയിലില്ല. ഇനി ജനകീയ ആസൂത്രണം വന്നതോടുകൂടി ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നതോടുകൂടി ഒരുപാട് പുതിയ റോഡുകൾ ഉണ്ടായി. ജില്ലാ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തൊക്കെ ജനപ്രതിനിധികൾ അവരുടെ ഒരു കഴിവ് ഉപയോഗിച്ച് കാലാകാലങ്ങളായി ഒരു 10-20 വർഷത്തിനിടയിൽ ഒരുപാട് പുതിയ റോഡുകൾ സൃഷ്ടിച്ചെടുത്തു. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നല്ല റോഡുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല കണക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ കണക്ടിവിറ്റികളെ ഉപയോഗിക്കാൻ ചെറിയ ബസ്സാണ് നല്ലത്. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അതിന് 2 കണ്ടക്ടർ വേണ്ടി, കണ്ടക്ടറൊന്നും ഇല്ലാതെയും ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മൾ എല്ലാം ചായക്കടയിൽ പോലും ഗൂഗിൾ പേ ആണ്. എന്തിന് അമ്പലത്തിലും പള്ളിയിലും പോലും ഗൂഗിൾ പേ ആണ്. KSRTC ഗൂഗിൾ പേ വരും, വേണമല്ലോ. പൈസ പേ കിട്ടുന്നേ ആൾക്കാർക്ക് എളുപ്പമില്ലേ മനുഷ്യൻ. അത് നല്ലൊരു ആശയമാണ് ആൾക്കാർക്ക്. ഇപ്പോൾ എവിടെ ഈ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാവരുടെയും മൊബൈലിൽ ഗൂഗിൾ പേ ഉണ്ട്. നമ്മളെന്തിനാണ് അത് ഒഴിവാക്കുന്നത്? പേ കിട്ടുന്നേ, ഈ കാശ് കൊണ്ട് നടക്കണ്ടല്ലോ. കാരണം ഇന്ത്യ മുഴുവൻ ഓൺലൈൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാത്രം ഈ നോട്ടെണ്ണി എടുത്ത് ഗൂഗിൾ പേ ഒക്കെ വേണം. കാരണം വെച്ചാൽ ഞാൻ ചായക്കടയിൽ നമ്മൾ വട കഴിച്ചാലും ചായ കുടിച്ചാലും ഗൂഗിൾ പേ. എന്തിന് അമ്പലങ്ങളിലും പള്ളികളിലും വരെ ഗൂഗിൾ പേ. അപ്പോൾ നമുക്കെന്തുകൊണ്ട് ഗൂഗിൾ പേ ആയിക്കൂടാ? അപ്പോൾ ആളുകൾക്ക്, ജനങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യം നടക്കും. നമുക്കെന്താ പൈസ ഒന്നും കൊണ്ടുവന്നത്? പെട്ടെന്ന് അങ്ങോട്ട് കാണിച്ചു, ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, പെട്ടെന്ന് ഒരു ബസ് വന്നു, അതിൽ കയറി പോകണം. ഇതങ്ങോട്ട് കാണിച്ച് കയറി പോകാൻ പറ്റുമെങ്കിൽ പിന്നെന്ത് നല്ല ആശയമാണ്. പിന്നെ ബസ്സുകൾ സമയത്ത് ഓടിക്കുക, പഞ്ചിങ് ഏർപ്പെടുത്തണം. അതായത് വലിയ ചിലവൊന്നുമില്ല. ഈ KSRTC കണ്ടക്ടർമാർ കയറിയിരിക്കുന്ന മെഷീൻ, ഇതെന്നെ കേൾക്കുന്ന ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലായി. അതിൻ്റെ പുറത്തൊരു ബാർകോഡ് ഒട്ടിക്കുക. എല്ലാ ബസ് സ്റ്റേഷനിലും ഒരു 4-5 ബാർകോഡ് റീഡർ വയ്ക്കുക. ഇപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ്, ഉദാഹരണം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി വന്ന് പ്രവേശിക്കുക. 15 പേരുടെ വണ്ടി വൈകിയാണോ വന്നത് നേരത്തെ വന്നതെന്ന് ഈ കണ്ടക്ടർ ഇദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ഈ ടിക്കറ്റ് മെഷീൻ ഒന്ന് അതിൽ കാണിക്കണം. അപ്പോൾ ആ ബാർകോഡ് അങ്ങ് സ്കാൻ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി 1:15 എത്തി കഴിഞ്ഞു. 1:25 അവിടെ നിന്ന് പോകണം. അദ്ദേഹം ചായ കുടിച്ച് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒന്ന് കാണിക്കുക. 1:25 പുറപ്പെടുക. എൻ്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ പറയാം. ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന ഡ്രൈവർ ഇവിടെ നിന്ന് പോയിട്ട് 5 മണിക്കൂർ വിശ്രമിച്ചിട്ട് വീണ്ടും തിരിച്ചോടിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ ഭാഗത്തേക്ക് ഇവർക്ക് കിടക്കാൻ ഒരു എയർ കണ്ടീഷൻ ഡോർമെറ്ററി ഉണ്ടാക്കിയാലോ എന്നതാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. എവിടെ? ഈ ചെല്ലുന്ന സ്ഥലത്ത് ചെന്നിപ്പോൾ തൃശ്ശൂർ ചെന്നോ അല്ലെങ്കിൽ ഗുരുവായൂർ ചെന്നോ അവിടെ കിടക്കില്ലേ, 5 മണിക്കൂർ വിശ്രമിച്ചിട്ട് അവർ തിരിച്ചു പോകണം. ഇവർ ഈ ചൂടത്ത് ഈ വണ്ടിയോടെ ചെല്ലുമ്പോൾ ഈ 5 മണിക്കൂർ ഉറങ്ങാൻ അവർക്കൊരു AC ഡോർമെറ്ററി കൊടുത്താൽ എന്താ തെറ്റ്? KSRTC സ്വന്തമായിട്ട് കൈ കാശില്ലാത്തതുകൊണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ എത്ര നടക്കുമെന്നറിയില്ല. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്പോൺസർമാരെ കിട്ടും ഇതിനൊക്കെ, നല്ല കാര്യങ്ങൾക്ക്. ഒരുപാട് പ്രവാസികൾ സഹായിക്കും. ഇനിയിപ്പോൾ KSRTC വിട്ടിട്ട് നമ്മൾ സ്വകാര്യ ബസ് മേഖലയെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ ഒരുപക്ഷെ വ്യക്തിപരമായിട്ടും അറിയാവുന്നതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു സംവിധാനമായിരുന്നു അത് കേരളത്തിലുടനീളം. പക്ഷേ ഇപ്പോൾ മുതലാളിമാർ അത് വിട്ടിട്ട് പോവുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ച ആളെന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനകത്ത്? ഇതിന് വളരെ ക്ലിയറായിട്ട് ഞാൻ പറയാം. 2 പ്രശ്നമേ ഉള്ളൂ. ഒന്ന്, അവർ തമ്മിലുള്ള മത്സരം. ഒരു പ്രൈവറ്റ് ബസ്സുകാരനും വേറെ പ്രൈവറ്റ് ബസ്സുകാരുടെ ടൈമിങ് ഇങ്ങനെ ഒരു തന്നെ മുമ്പിൽ കയറി വിടുക, ഒരു തന്നെ മുമ്പിൽ കയറി, ഈ ഒരു പ്രശ്നം അത് അവരെ നശിപ്പിച്ചു. ഒരു നല്ല റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിൽ എല്ലാവരും കുടുങ്ങി വരും, ഒരുമിച്ച് വരും. KSRTC ബസ്സും അവിടെ കാണും. ഇവരെല്ലാവരും കൂടി മത്സരിക്കും. ഇത് ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ വന്ന് റൂട്ട് തെളിച്ചെടുത്തു എന്ന് കണ്ടാൽ ഉടൻ KSRTC ബസ്സുകാരനും അവൻ്റെ തലയിൽ കയറും. ഈ 2 കൂട്ടരും പ്രൈവറ്റ് ബസ്സുകാർ തമ്മിലും പ്രൈവറ്റ് ബസ്സും KSRTC മത്സരിച്ച് 2 കൂട്ടരും നശിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? അതിന് പരിഹാരമുണ്ട്. നിയമത്തിൽ ചില പരിഹാരങ്ങളുണ്ട് അതിനകത്ത്. ഈ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത്, മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇതിൽ പറയുന്നുണ്ട് ആര് ഏത് പെർമിറ്റ് ഏത് സമയത്ത് ചോദിച്ചാലും കൊടുക്കണമെന്ന്. അതായത് താങ്കളുടെ വണ്ടി, സേഫിൻ്റെ വണ്ടി 1:05 പോകുന്നു, ഞാൻ അതിൻ്റെ നല്ലൊരു കളക്ഷനിൽ പോവുക, ഞാൻ ചെന്ന് 1:06 7 വണ്ടി ചോദിച്ചാലും തന്നേ പറ്റും. ഇത് നിയമത്തിലെ ഒരു അബദ്ധമാണ്. ഈ 2 മിനിറ്റ് കൊണ്ട് യാത്രക്കാരുണ്ടാവത്തില്ല കൂടുതൽ. മറ്റവൻ്റെ തലയ്ക്ക് കയറി വന്ന് ഇവരെല്ലാവരും നശിക്കും. ഈ നിയമത്തിൽ ഭേദഗതി വരുത്തി ഇതിനകത്ത് മാറ്റം വരുത്തി അതിനെ രക്ഷിക്കാമെന്നുള്ള ചിന്ത ഉണ്ട്. ഭേദഗതി തന്നെ ആവശ്യമില്ല. അതിനകത്ത് വകുപ്പുണ്ട്. ആ വകുപ്പാരും പരിശോധിച്ചില്ല എന്നുള്ളേ ഉള്ളൂ. 2013 ഞാനത് 2001 2002 ഞാനത് പരിശോധിച്ച് അതിന് മാറ്റത്തിനായി ഉത്തരവിട്ടതാണ്. ദൗർഭാഗ്യവശാൽ പിന്നെ ആരും അത് ശ്രദ്ധിച്ചില്ല. അത് ഞാനിപ്പോൾ ആ പരിഹാരം എന്താണെന്ന് കണ്ടുപിടിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ പ്രാഥമികമായി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് അദ്ദേഹമായിട്ടൊരു 1 മണിക്കൂറെങ്കിലും ചിലവഴിച്ച് അദ്ദേഹത്തിനെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അനുമതി കിട്ടിയാൽ അത് ചെയ്യും.
ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ പെട്രോളിൻ്റെയൊക്കെ ഡീസലിൻ്റെയൊക്കെ വില കൂടുന്നു, സ്പെയർ പാർട്സിൻ്റെയൊക്കെ വില കൂടുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ഉന്നയിക്കുന്നുണ്ട് ടിക്കറ്റ് നിരക്ക് കൂട്ടണം, വിദ്യാർത്ഥി കൺസെഷൻ കൂട്ടണം. വിദ്യാർത്ഥി കൺസെഷനൊക്കെ കാലോചിതമായി ഇത് മാറ്റണം എന്ന അഭിപ്രായം ഗതാഗത മന്ത്രിക്കുണ്ടോ? എനിക്ക് അക്കാര്യത്തിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമല്ല. ഒരു അക്കൗണ്ടബിലിറ്റി വേണം. വിദ്യാർത്ഥി ആയിരിക്കണം ബസ്സിൽ പോകുന്നത്. വിദ്യാർത്ഥികൾ സ്കൂളുള്ള ദിവസം കൺസെഷൻ കൊടുക്കണം, അല്ലാത്ത ദിവസം കൺസെഷൻ വേണ്ട. മനസ്സിലായി? ശനി ഞായറും വേണ്ട. പിന്നെ അതുപോലെ പലരും ഹോട്ടലിൽ പൊറോട്ട അടിക്കാൻ പോകുന്നവർ വരെ പ്രൈവറ്റ് ബസ്സിൽ കയറി ഒരു ബുക്കിങ്ങിനെ മുടക്കി കഷത്ത് വയ്ക്കും. അത് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ യാഥാർത്ഥ്യത്തോട് മുഖം തിരിക്കരുത്. നല്ല ശമ്പളം ഒരാളെ തലമുടി വെട്ടിയാൽ 250 രൂപ വാങ്ങിക്കുന്ന ബാർബർ ഷാപ്പിൽ ജോലി ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരനും ഒരു ബുക്ക് മുടക്കി കഷത്ത് വെച്ച് വണ്ടി കയറിയിട്ട് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റെല്ലാം പാസ് ഏർപ്പെടുത്തണം. അതിൻ്റെ വ്യത്യാസമല്ലോ. അല്ലാതെ വേണമല്ലോ, അതിൻ്റെ ന്യായം. ഏത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചാലും ഞാൻ ഈ പറഞ്ഞത് ന്യായമല്ലേ? ഇതിലെന്താ കുഴപ്പം? മന്ത്രിയായിട്ട് 2-3 ദിവസമേ ആവുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു പുറത്തു വന്നിരുന്ന വാർത്ത 19 MPD-മാരെ മന്ത്രി ചുമതലയേൽക്കുന്നതിന് മുമ്പ് സ്ഥലം മാറ്റി എന്നുള്ളതാണ്. അത് മന്ത്രിയാണോ, അത് നിർദ്ദേശം കൊടുത്തിട്ടാണോ അത് റദ്ദാക്കിയത്, അത് മരവിപ്പിച്ചത്? അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കുറച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ഈ പ്രൊമോഷൻ എന്ന DPC കൂടും. പ്രൊമോഷന് വേണ്ടിയിട്ട് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. അപ്പോൾ 30th മുമ്പ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അവരെവിടെ നിയമിക്കണം എന്നുള്ള കാര്യം മന്ത്രിയോട് ആലോചിക്കാതെ 4 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ 2:45 ഉത്തരവിറക്കി ശരിയായി. അത് പറഞ്ഞ് മനസ്സിലാക്കി. അവരെ പ്രൊമോഷൻ ദോഷമൊന്നുമില്ല. കോടതി നിർദ്ദേശപ്രകാരം പ്രൊമോഷനുണ്ട്. അവരിൽ എഫിഷ്യൻ്റായിട്ടുള്ള എവിടെ ഇരുത്തണം, കറപ്റ്റായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, അവരെ എങ്ങോട്ട് മാറ്റണം എന്ന് നോക്കി പറയാനുള്ള അവകാശം മന്ത്രിക്കുണ്ട്. ഇരുട്ടിൽ നിർത്തിയും തോന്നുന്നുണ്ടോ? അത് മരവിപ്പിച്ചിരിക്കുകയാണ്. അത് ഉടൻ തന്നെ അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കും. ഇനിയിപ്പോൾ KSRTC വിട്ട് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം എന്ന് തോന്നുന്നു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി ഗണേഷ് കുമാർ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് അവർ പറയുന്നില്ലേ? ഏത് നിയമവ്യവസ്ഥയിൽ എവിടെയാണ് പറയുന്നത്? അവർ കൊട്ടാക്കര കോടതിയിൽ കോൺഗ്രസ്സുകാരെന്നൊരു കേസ് കൊടുക്കുന്നു. അതിൽ കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. വേറെ ടെക്നിക്കൽ എവിഡൻസ് ഒന്നുമില്ല. കോടതി ഇരിക്കുന്നൊരു കാര്യമാണ്, ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അവിടെ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ച് LLBക്ക് അഡ്മിഷൻ വാങ്ങിച്ച് പഠിപ്പിച്ച് മിടുക്കനാക്കി കൊണ്ടുവന്ന ഒരാളാണ്. അസംബ്ലിക്ക് ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കണ്ണിന് നിരക്കാത്ത കള്ള സാക്ഷി പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു വിഷയത്തിന് ഞാൻ പറയട്ടെ, ഞാൻ ഒരാളെ പുറകെ നടന്ന് വേട്ടയാടുന്ന ആളല്ല. എനിക്കിഷ്ടമല്ല, എനിക്ക് സമയമില്ല എന്നാത്ത കാര്യം. എന്നെ പലരും വേട്ടയാടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ട് വേട്ടയാടാറില്ല. CBI ചോദിച്ച മൊഴിയിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അനുകൂലമായ മൊഴി കൊടുത്ത ആൾ ഞാനാണ്. കാരണം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഈ സോളാർ രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സോളാറിലൊന്നും ഞാൻ ഇടപെട്ടിട്ടുമില്ല. എനിക്ക് ഇതിനകത്തൊരു ബന്ധവുമില്ല. ഒരു സ്ഥലത്തും ഞാൻ എവിടെയുമില്ല. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനുണ്ട്. ഇതിലൊന്നും ഞാൻ എന്നോട് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ എൻ്റെ വീട്ടിലൊരു സോളാർ പാനൽ വെച്ചു, അതിന് കാശ് കൊടുത്തു. ഫ്രീയൊന്നുമല്ല, ബാങ്ക് വഴി പൈസ കൊടുത്തു. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ അതിനകത്ത് വലിച്ചിഴയ്ക്കാൻ വേണ്ടി ഇതൊരു സബ്ജക്റ്റ്. ഇതൊന്നും കേരളത്തിന് ആദ്യം മനസ്സിലായി, ഇതൊന്നും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പറ്റിയ സംഭവങ്ങൾ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നാണക്കേടാണ്. NSSൻ്റെ പ്രധാനപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. സർക്കാർ NSSമായിട്ട് വലിയ സുഖത്തിലല്ല. സുകുമാരൻ നായർ മുഖ്യമന്ത്രിയായിട്ട് വലിയ സുഖത്തിലല്ല. NSS സർക്കാരിനിടയിലെ പാലമാണോ ഗണേഷ് കുമാർ? ഇല്ല, രണ്ടും രണ്ടാണ്. അത് ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, രണ്ടും രണ്ടാണ്. NSSൻ്റെ വഴിക്ക് അതിൻ്റെ പ്രവർത്തനം ഒരു സമുദായ സംഘടനയാണ്. ആ സമുദായ സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. അവരിടപെടത്തുമില്ല. രാഷ്ട്രീയമൊന്നുമില്ല. സമുദായപരമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ അവർ എതിര് പറയാറുള്ളൂ. അല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ ഭരിക്കണം, വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയാണെന്നൊന്നും NSS പറയാറില്ല. മുഖ്യമന്ത്രിയുമായിട്ട് ജനറൽ സെക്രട്ടറിക്ക് അസ്വാരസ്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അല്ല, നമുക്ക് അവർ തമ്മിൽ എപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ടെന്നേ. അവർ തമ്മിൽ സംസാരിക്കാം. പിന്നെ അവർ തമ്മിലൊന്നും ഒരു പിണക്കവുമില്ല. ഞാനിരിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇത് പാലത്തിൻ്റെ ഇടയ്ക്കൊരു പാലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയാനുള്ളത് ജനറൽ സെക്രട്ടറി പറയും, മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പറയാനുള്ളത് പറയും. പക്ഷേ മുഖം വീർപ്പിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. കാണുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ പോണെങ്കിൽ ഞാൻ മുണ്ടില്ല എന്ന് അങ്ങനെ പറ്റില്ലല്ലോ. അതാരും ഉദ്ദേശിച്ചത്, അതാരെയാണ് ഉദ്ദേശിച്ചതെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ. എന്തിനാ എടുത്ത് പറയുന്നത് ഞാൻ മിണ്ടൂല? അതൊക്കെ കൊച്ചു പിള്ളേർ സ്കൂൾ നഴ്സറി സ്കൂളിലല്ലേ അതൊക്കെ. UKG LKG അല്ലേ. അല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും രാഷ്ട്രീയത്തിൽ ഏറ്റവും എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ തമ്മിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നമുക്കുണ്ട്, അവർ കേൾക്കാൻ കൊടുക്കില്ലേ? അതിൽ തെറ്റെന്താ? അങ്ങനെയാണല്ലോ വേണ്ടത്. ജനറൽ സെക്രട്ടറിയുമായിട്ട് NSS ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയായി നമ്മൾ വിചാരിക്കുന്നതൊക്കെ യാതൊരു പ്രശ്നവുമില്ല.
ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിക്കും. അല്ല ഭരണകാര്യത്തിലല്ല, 110 വർഷം പിന്നിടുന്ന NSS എന്ന പ്രസ്ഥാനത്തിന് സർക്കാരിന് ഒരു ഔദാര്യത്തിനോ ഒരു ആനുകൂല്യത്തിനോ പോകാറില്ല. ഒരു കാലത്തും പോകാറില്ല, ഇപ്പോഴും പോകാറില്ല. പക്ഷേ മന്ത്രിമാരുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ ജനറൽ സെക്രട്ടറി നല്ല സൗഹൃദത്തിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. നമുക്ക് സിനിമയിലൂടെ വന്ന് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. സിനിമാ വകുപ്പ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു വാർത്ത വന്നു എന്നുള്ളതേ ഉള്ളൂ. അത് സിനിമയിലുള്ളവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമാ വകുപ്പ് കിട്ടിയാൽ കൊള്ളാം. കാരണം കേരളത്തിലെ ഈ സിനിമാ തിയേറ്ററുകളൊക്കെ ഞാനാണ് നന്നാക്കി കൊണ്ടുവന്നത്. അതിനെനിക്ക് അഭിമാനമുണ്ട്. കാരണം ആരല്ലെന്ന് പറഞ്ഞാലും അത് തള്ളലല്ല. 2012 IFFK ആണെന്ന് തോന്നുന്നു. ഉദ്ഘാടനത്തിന് ഗണേഷ് കുമാറിന് ഉദ്ഘാടന വേദിയിൽ കൂവലായിരുന്നു. അതിനുശേഷം സമാപന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ആ കൂവൽ കയ്യടിയായി മാറിയ കാഴ്ച കണ്ടിട്ടുണ്ട്. അന്നേരം അതുകൊണ്ട് സിനിമ വകുപ്പ് കിട്ടാത്തൊരു കുറച്ചൊരു നിരാശയുണ്ടെന്ന് തോന്നുന്നു. അല്ല, കിട്ടിയാൽ സന്തോഷം എന്നുള്ളേ ഉള്ളൂ, നിരാശയൊന്നുമില്ല. ഇപ്പം തന്നെ ഒരുപാട് പണിയുണ്ട്. മുഖ്യമന്ത്രി തന്നാൽ സ്വീകരിക്കും. 2 ചോദ്യങ്ങൾ. അതിലൊന്ന്, ആദ്യത്തെ ചോദ്യം ഗണേഷ് കുമാർ എന്ന വ്യക്തിയോടല്ല, ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരനോടും ഗണേഷ് കുമാർ എന്ന മന്ത്രിയോടും സിനിമാ നടനോടുമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസ്, ഗണേഷ് കുമാർ ദിലീപിനൊപ്പം നിന്നു എന്നുള്ള അതൊക്കെ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായമൊന്നും പറഞ്ഞത് ശരിയല്ല. അതൊക്കെ അമ്മയിൽ ഞാനുള്ള സമയത്ത് അമ്മയുടെ ഒരു നിലപാടിൻ്റെ കൂടെ നിൽക്കുന്നുള്ളതല്ലാതെ എനിക്കങ്ങനെ അതിലൊന്നും ഒരു നിലപാടുള്ള ആളല്ല. ഒരു സ്ത്രീയും ആക്രമിക്കാൻ പെടാൻ പാടില്ല, ഒരു കുഞ്ഞും ആക്രമിക്കാൻ പെടാൻ പാടില്ല. വളരെ നിർബന്ധമുണ്ട്. ഞാനത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ വളരെ കർശനമായി, നിങ്ങൾക്ക് ധൈര്യമായി പരിശോധിക്കാം, പത്തനാറ് നിയമമണ്ഡലത്തിൽ ഒരു സ്ത്രീക്ക് അർദ്ധരാത്രിയിലും ധൈര്യസമേതം ഇറങ്ങി നടക്കാം. ഇരകളിൽ തുടങ്ങി നേരിൽ നിൽക്കുകയാണ് ഗണേഷ് കുമാർ എന്ന നടൻ. ഇനി നമുക്ക് പോൾ വർഗീസ് പോലെയുള്ള കഥാപാത്രങ്ങൾ ഇനി നമുക്ക് സ്ക്രീനിൽ മന്ത്രിയായ ഗണേഷ് കുമാറിൽ നിന്ന് കാണാൻ കഴിയും. ദൃശ്യം 2 ഞാൻ അഭിനയിച്ചു. ജിത്തു ദൃശ്യം 3 വിളിച്ചാൽ അഭിനയിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവാദം തരണം. കാരണം മന്ത്രി എന്ന നിലയിൽ അഭിനയിക്കാൻ എനിക്ക് പ്രയാസമില്ല, എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. ഞാനത് എന്നോടെപ്പോഴും LDFൻ്റെ നേതാക്കളും എൻ്റെ സഹപ്രവർത്തകരായ MLA-മാരും എല്ലാവരും പറയും, അഭിനയം നിർത്തിക്കളയരുത് കേട്ടോ, ഇതൊക്കെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, അഭിനയം നിർത്തരുതെന്നാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ് ഒരു സിനിമാ നടനായിട്ട് മലയാളികളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരാളായി ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റെല്ലാം എനിക്ക് എങ്ങനെയോ കിട്ടിയ ബോണസുകളോ ഒക്കെയാണ്. അതിലൊരുപാട്. ജിത്തുവിൻ്റെ അവസാന പടത്തിലാണല്ലോ അഭിനയിച്ചത്. ദൃശ്യം 3 ഉണ്ടാവും അറിയില്ല, ജിത്തുവാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞാണെങ്കിൽ ജിത്തു തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം അനുവാദം തന്നാൽ 3 അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൃശ്യം 2 വളരെ നല്ല പടമായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഖുറാനി പറയുന്ന പോലെ നീ കഴിക്കുന്ന ഓരോ ധാന്യത്തിലും നിൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ അഭിനയിച്ച നേരിൽ എൻ്റെ നാമം എഴുതിയിട്ടുണ്ടായിരുന്നു തമ്പുരാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത്രയും നേരം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വകുപ്പാണ് ഗണേഷ് കുമാറിന് കിട്ടിയിരിക്കുന്നത്. അത് 2001 മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ആളാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ KSRTC മാനേജ്മെൻറ്റിലുള്ള വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം നമ്മോട് കൂടി ചെലവഴിച്ചതിന് നന്ദി. ശരി, താങ്ക് യു.